വെൽക്കം ടു കോമഡി ട്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കൊന്ന് VFAയുടെ കുറച്ച് PYQ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അതിൽ നിന്ന് വന്ന് ചോദിച്ചിരിക്കുന്ന കുറച്ച് PYQs നോക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ CCയുടെ ലേണിംഗ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ഡെയിലി ഫ്രീ ക്വിസ്, കറണ്ട് അഫയേഴ്സ്, അതുകൂടാതെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൻ്റെ PDF, പിന്നെ അതുപോലെ നമുക്ക് എക്സാം ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ റാങ്ക് അനാലിസിസ്, പെർഫോമൻസ് അനാലിസിസ് ലിസ്റ്റ് കൂടി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ CCയുടെ ലേണിംഗ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വളരെ ഉപകാരപ്രദ ഭാവിയിലും നമുക്ക് പഠിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പാണ് CCയുടേത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 1857 റിവോൾട്ട് നമുക്ക് VFA എന്ന് മാത്രമല്ല നമുക്ക് നമുക്ക് PSC എക്സാംസിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് അറിയപ്പെടുന്നത് 1857 റിവോൾട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിലെന്നാണ് ചോദിക്കുന്നത്? ശിപ്പായി ലഹള, പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം, സന്താൾ കലാപം. ഏത് പേരിൽ അറിയപ്പെടുന്നത്? ശിപ്പായി ലഹള അല്ലേ. അതായത് സിപ്പോയ് മ്യൂട്ടിനി എന്ന പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണ്? അതായത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ വെർഷനിൽ നമുക്ക് 1857 കലാപത്തിന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കാണുമ്പോൾ, പക്ഷെ അത് ബ്രിട്ടീഷുകാരുടെ വെർഷനിൽ അതെന്താണ്? അതായത് ജസ്റ്റ് നമുക്ക് അവിടെ ആ ഒരു നടന്ന അല്ലെങ്കിൽ ശിപ്പായിമാർക്കിടയിൽ നടന്ന ഒരു ലഹള, ജസ്റ്റ് ഒരു ലഹള, ശിപ്പായി മ്യൂട്ടിനി ആയിട്ടാണ് ബ്രിട്ടീഷുകാർ അതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ശിപ്പായി ലഹള എന്നുകൂടി പേര് വരാനായിട്ട് കാരണം. അപ്പം ഇന്ത്യയുടെ വെർഷനിൽ നമുക്കതെന്താ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കാണുമ്പോൾ ബ്രിട്ടീഷുകാരുടെ വെർഷനിൽ അത് ജസ്റ്റ് സിപ്പോയ് മ്യൂട്ടിനി അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്ന പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം, 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം ആയതുകൊണ്ട് തന്നെ ഒരു ഏരിയയിൽ തന്നെയല്ല നിലനിന്നിരുന്നത്. അത് നമുക്ക് ഇന്ത്യയുടെ പല മേഖലയിൽ, അതായത് നോർത്ത് ഇന്ത്യയിലെ പല മേഖലകളിൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ സാധിക്കും? ഈ 1857 റിവോൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സിറ്റീസും ഓരോ ഏരിയാസിലും നമുക്ക് ഓരോ ലീഡേഴ്സാണ്. ഇപ്പോൾ നാനാ സാഹിബ്, താന്തിയ തോപ്പി, അസീമുള്ളഗർ, അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്. ബഹദൂർ ഷാ രണ്ടാമൻ, അതുകൂടാതെ ഝാൻസി റാണി, അങ്ങനെ കുറേ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏതായിരുന്നു? കാൺപൂരിലാണ് നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ആരാണ് നേതൃത്വം നൽകിയത് എന്നുള്ള കാര്യം നമ്മളവിടെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഓരോ ഏരിയാസിലും ഓരോ ആളുകളാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവിടെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? നാനാ സാഹിബ് അല്ലേ. നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത് എവിടെയാണ്? കാൺപൂരിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, കാൺപൂരിലാണ് നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത്. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കോളുക, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതായിരിക്കും അത് ആൻസർ ആയിട്ട് വരിക? 1858 ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് മെയിനായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട 1857 റിവോൾട്ടിലെ മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഒന്ന് ഝാൻസി റാണി, അത് നാനാ സാഹിബ്, അതുകൂടാതെ ബഹദൂർ ഷാ രണ്ടാമൻ. ഇവരെയൊക്കെ പ്രത്യേകത, ഇവരൊക്കെ ഓരോ രാജ്യം ഭരിച്ച ഓരോ ചക്രവർത്തിമാരും അല്ലെങ്കിൽ അവിടുത്തെ പേർഷ്യയും ഒക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം 1857 റിവോൾട്ട് എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. പക്ഷേ അതിൽ ഒത്തിരി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. കർഷകർ, കരകൗശല വിദഗ്ധർ, അതുകൂടാതെ സിപ്പായിമാർ, രാജാക്കന്മാർ, ഇങ്ങനെ പല ആളുകൾ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. ഈ രാജാവ് പങ്കെടുക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ നമുക്ക് കുറേ റീസൺസ് ഉണ്ട് അല്ലേ. നമുക്ക് 1857 റിവോൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ റീസൺസ് അവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതാണ് ഈ രാജാക്കന്മാരൊക്കെ പങ്കെടുക്കാനായിട്ടുള്ള ഒരു കാരണം, അതായത് 1857 റിവോൾട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ് ദത്താവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ദത്താവകാശ നിരോധന നിയമം, ദത്താവകാശ നിരോധന നിയമം. നമ്മൾ ഇംഗ്ലീഷിൽ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയും അല്ലേ. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയും. അതെന്താണ്? ദത്തെടുത്ത മക്കൾക്ക് പിന്നീട് ഭാവിയിൽ അല്ലേ ആ രാജ്യത്തിന് അവകാശമില്ല. പിന്നീട് അത് ആരിലേക്ക് പോകും? അത് ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്കാണ് ആ രാജ്യം പോകുന്നത്. അപ്പം ഇതിൻ്റെ പേരിൽ നമുക്ക് നാനാ സാഹിബിന് അവിടെ പെൻഷനൊക്കെ നിഷേധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നാനാ സാഹിബ് പങ്കെടുക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ 1857 റിവോൾട്ടിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമമാണ്. പിന്നെ അതുകൂടാതെ സിപ്പായിമാർക്കിടയിൽ അവരടിച്ചമർത്തുന്ന റേസിസ് പോലുള്ള അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന ആ ഒരു നയം, അതുകൂടാതെ അവർക്ക് ഒരു ജോലിക്കയറ്റമില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ശിപ്പായിമാർക്കിടയിൽ പ്രശ്നം വരാനായിട്ടുള്ള ഒരു കാരണമാണ്. പിന്നെ അതുകൂടാതെ സതി നിർത്തലാക്കിയത്, വിധവാ പുനർവിവാഹം, ഇതൊക്കെ നമുക്ക് ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് എടുത്തു പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കർഷകരുടെ ടാക്സുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അവിടെ പ്രശ്നങ്ങളാണ്. അതായത്
ഇതൊക്കെ 1857 റിവോൾട്ടിൻ്റെ ഇഷ്യൂസ് കാണും. അതല്ലാതെ നമുക്ക് മേജർ ആയിട്ടുള്ളൊരു ഇഷ്യൂസ് ഉണ്ട്. അതായത് മേജർ ആയിട്ട് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയും. അതായത് നമുക്കറിയാം ഈ ഗ്രീസ് പുരട്ടിയ ഒരു വെടിയുണ്ട ഉപയോഗിക്കാനായിട്ട് വിസമ്മതിച്ചു അല്ലേ. അതായത് നമുക്ക് പുതിയൊരു എൻഫീൽഡ് റൈഫിൾ ഒരു തോക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ തോക്കിനൊക്കെ പേരുണ്ട്, അതൊക്കെ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇതിൻ്റെ തിര നിറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ തിര തോക്കിലേക്ക് നിറയ്ക്കണമെങ്കിൽ ഒരു ഇതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ തിരയിൽ ഉള്ളിലൊരു പുറത്തൊരു കവറിങ് അടി കവറിങ് കടിച്ച് പൊട്ടിച്ചിട്ട് വേണം. അപ്പം അത് പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് പുരട്ടിയതാണ് എന്നുള്ളൊരു കിംവദന്തി അവിടെ പരക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ 1857 റിവോൾട്ട് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വയ്ക്കുക, ആദ്യമായിട്ട് രക്തസാക്ഷിത്വം വഹിച്ചത് മംഗൾ പാണ്ഡെയാണ്. ഓക്കെ, മംഗൾ പാണ്ഡെയാണ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രക്തസാക്ഷിത്വം വഹിച്ച ഒരാളെന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഇനി അപ്പോൾ മെയിനായിട്ട് അതായിരുന്നു പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ 1857 മെയ് 10 പൊട്ടിപ്പുറപ്പെട്ട ഒരു ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് 1957 മെയ് 10 പൊട്ടിപ്പുറപ്പെടുന്ന ഈ റിവോൾട്ട് എവിടെയാണ്? മീററ്റ് അല്ലേ, മീററ്റിലാണ് കേട്ടോ, മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മീററ്റിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. ഇനി മീററ്റിൽ നിന്ന് പിറ്റേ ദിവസം എങ്ങടേക്ക് പോയി? ഡൽഹിയിലേക്ക് അല്ലെ. പിറ്റേ ദിവസം ഡൽഹിയിലെത്തി, ഡൽഹി പിടിച്ചെടുക്കുകയും അതുകൂടാതെ ഡൽഹിയിലെ ആ ഒരു റിവോൾട്ടിന്റെ നേതൃത്വം ബഹദൂർ ഷാ രണ്ടാമനെ ഏൽപ്പിക്കുകയും അതുകൂടാതെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ ഈ വിപ്ലവകാരികൾ, അല്ലെങ്കിൽ ഈ റിവോൾട്ടിന്റെ ആ ഒരു ഇതുമായിട്ട് സമര നേതാക്കൾ അല്ലെങ്കിൽ സമര ആളുകൾ ബഹദൂർ ഷാ രണ്ടാമനെ അവിടെ വാഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു തുടക്കം, അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. മംഗൾ പാണ്ഡെയാണ് ആരംഭിക്കുന്നത്. മംഗൾ പാണ്ഡെ ഇതിൻ്റെ പേരിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ഓക്കെ, വെടിവെക്കുന്നു. അതുകൂടാതെ അതിനുശേഷം മംഗൾ പാണ്ഡെയെ പിടിക്കുകയും തിരിച്ച് അദ്ദേഹത്തിന് തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. അതാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആര് എന്നാണ് ചോദിക്കുന്നത്. അതും നമുക്കറിയാം ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലേ. ബഹദൂർ ഷാ രണ്ടാമനാണ് മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവസാനം നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയും അവസാനത്തെ മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. അതിനുശേഷം ഈ 1857 റിവോൾട്ട് അടിച്ചമർത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിനെ റംഗൂണിലേക്ക് നാടുകടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് ഒക്കെ അവിടെ ഓർത്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. 1857 സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആര് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ഏരിയാസിലും ഓരോ ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത് മഹലാണ്. ഓർത്ത് വയ്ക്കുക, ബീഗം ഹസ്രത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത് മഹലാണ്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ തന്നിരിക്കുന്നവരിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗത്തിന്റെ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോളാം. കാൻപൂർ നമുക്ക് നാനാ സാഹിബാണെന്ന് പറഞ്ഞു. അപ്പോൾ ആറയിൽ ആര് എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. അപ്പോൾ ബറൌട്ടിൽ ആര് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ആൻസർ ചെയ്തായിരിക്കാം കൻവർ സിംഗും ഷാമാലും അല്ലെ. ആറയിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് ബറൌട്ടിൽ ആരാണ്? ഷാമലാണ് അവിടെ നേതാവായിട്ട് വരുന്നത്. ഇനി അതുകൂടാതെ മുഹമ്മദ് മൗലവി അഹമ്മദുള്ള, കൻവർ സിംഗ്, ഇതൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇനി അതുകൂടാതെ നമുക്ക് മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് രീതിയും അതുകൂടാതെ ശരിയായിട്ടുള്ള മാച്ചിങ് ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അവിടെ എങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കോളുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലവും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ നമുക്കറിയാം ഡൽഹിയിലാണ് നേതൃത്വം കൊടുത്തത്. അത് നമുക്ക് ആദ്യമേ അറിയാം അല്ലേ. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ് നേതൃത്വം കൊടുത്തതെന്ന് അറിയാം. അപ്പോൾ ഷാമൽ എവിടെയാണെന്ന് കുറച്ച് മുന്നേ പറഞ്ഞു അല്ലേ. ഷാമൽ എവിടെയാണ് നേതൃത്വം കൊടുത്തത്? അതായത് ഷാമൽ നേതൃത്വം കൊടുത്തത് ബറൌട്ടിലാണ് അല്ലേ. ബറൌട്ടിലാണ് നേതൃത്വം കൊടുത്തത്. ദെൻ നെക്സ്റ്റ് മൗലവി അഹമ്മദുള്ള. നെക്സ്റ്റ് വേറൊരു ലീഡറാണ് മൗലവി അഹമ്മദുള്ള എന്ന് പറയുന്നത്. അദ്ദേഹം നേതൃത്വം കൊടുത്തത് ഫൈസാബാദിലാണ്.
ഫൈസാബാദിലാണ് അല്ലെ, ഫൈസാബാദിലാണ് നേതൃത്വം കൊടുത്തത്. ഇനി ബീഗം ഹസ്രത് മഹൽ നമ്മൾ പറഞ്ഞു എവിടെയാണ്, ലക്നൌവിലാണ് നേതൃത്വം കൊടുത്തത് അല്ലെ. ബീഗം ഹസ്രത് മഹൽ ലക്നൌവിലാണ് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഇത്രയും ലീഡേഴ്സിനെ കിട്ടി അല്ലെ. ബഹദൂർ ഷാ രണ്ടാമൻ നമുക്കറിയാം ഡൽഹിയിലാണ് നേതൃത്വം കൊടുത്തതെങ്കിൽ ഷാമൽ എവിടെയാണ്, ബറൌട്ടിലാണ് നേതൃത്വം കൊടുത്തത്. ദെൻ നെക്സ്റ്റ് മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ് നേതൃത്വം കൊടുത്തത്. ദെൻ നെക്സ്റ്റ് ബീഗം ഹസ്രത് മഹൽ ലക്നൌവിലാണ് നേതൃത്വം കൊടുത്തത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് നോക്കിക്കോളാം. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓൾറെഡി നമുക്ക് ഒരാളെ അറിയാം അല്ലെ, ബഹദൂർ ഷാ രണ്ടാമനെ അറിയാം. പിന്നെ ബഹദൂർ ഷാ രണ്ടാമന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ആരാണ്, ജനറൽ ബക്ത് ഖാൻ അല്ലെ, ജനറൽ ബക്തിൻ. അപ്പൊ ഇവർ രണ്ടുപേരും, അതായത് ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 3ഉം 4ഉം ആണ് അവിടെ ആൻസർ അല്ലെ. ജനറൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് നമുക്ക് ഡൽഹിയിൽ നേതൃത്വം കൊടുത്ത രണ്ടുപേരെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന്, കർഷകരുടെ ദുരിതങ്ങൾ വരും അല്ലെ, നമ്മൾ ആദ്യമേ പറഞ്ഞു കർഷക ദുരിതങ്ങളാണ്. കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം അതുമാണ് അല്ലെ. ഇനി നെക്സ്റ്റ് രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, അതായത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്ന ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമം. അപ്പൊ അതും എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരും. അപ്പൊ ഏതാണ്, എല്ലാം ശരിയാണ് അല്ലെ, ഇവയെല്ലാം ശരിയാണ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് കർഷകരുടെ ദുരിതങ്ങള്, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, അതുകൂടാതെ രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങളൊക്കെ എന്ത് ചെയ്യും ഇവിടെ വരും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഇവിടെ അപ്പൊ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്, 1ഉം 2ഉമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും അവിടെ തെറ്റാണ്. ഇനി ലക്നൌവിൽ നേതൃത്വം വഹിച്ചത് ആരാണ്, ബീഗം ഹസ്രത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം വഹിച്ചത് അല്ലെ. അപ്പോ ഫൈസാബാദിൽ എവിടെ ആരായിരിക്കാം നേതൃത്വം വഹിച്ചത് എന്ന് ആലോചിക്കുന്നത്, നവാബ് വാജിദ് അലിയാണോ, അല്ല അല്ലെ. അപ്പൊ അതാണ് ആ രണ്ടും എന്താണ് അവിടെ തെറ്റ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫൈസാബാദിൽ ആരാണ് നേതൃത്വം വഹിച്ചതെന്ന് കമന്റ് ചെയ്തേ, ആരായിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ആണ്. ഒന്ന്, ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചവരുടെ ഏറ്റവും അവർ ഏതൊക്കെ ഏരിയാസിലാണ് നേതൃത്വം വഹിച്ചത്, ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മളവിടെ ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് അവിടെ നന്നായിട്ട് വരണം. അപ്പോൾ ഡൽഹിയിൽ നമുക്കറിയാം ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത് ഖാനുമാണ് നേതൃത്വം വഹിച്ചത്, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് കാൺപൂരിലാണ് ആരാണ് നേതൃത്വം വഹിച്ചത്, നാനാ സാഹിബ് താന്തിയ തോപ്പി അല്ലെ, അസീമുള്ള ഖാൻ. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് നാനാ സാഹിബിന്റെ ജനറലാണ് ഈ താന്തിയ തോപ്പി എന്ന് പറയുന്നത്. നാനാ സാഹിബ് എവിടെയുണ്ടോ താന്തിയ തോപ്പി അവിടെയുണ്ട് അല്ലെ. അപ്പോൾ ഓർത്ത് വെക്കുക, കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി അസീമുള്ള ഖാനാണ് നേതൃത്വം വഹിച്ചത്. അപ്പോൾ ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ ജനറൽ ബക്ത് ഖാൻ ആണെങ്കിൽ കാൺപൂരിലെ നാനാ സാഹിബ് താന്തിയ തോപ്പി അസീമുള്ള ഖാനാണ് നേതൃത്വം വഹിച്ചത്. നെക്സ്റ്റ് ഗ്വാളിയാറില നമുക്കറിയാം റാണി ലക്ഷ്മിബായ്, അതുകൂടാതെ അദ്ദേഹത്തിന്റെ റാണി ലക്ഷ്മിബായിയുടെ കൂടെ ഒരാൾ കൂടിയുണ്ട് താന്തിയ തോപ്പി അല്ലെ. ഇനി നെക്സ്റ്റ് ബുന്ദേൽഖണ്ഡിലും ഝാൻസിയിലും ഔദിലും ആര് തന്നെയാണ്, റാണി ലക്ഷ്മിബായിയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഗ്വാളിയാർ, ബുന്ദേൽഖണ്ഡ്, ഝാൻസി, ഔദ് ഇവിടെ റാണി ലക്ഷ്മിബായി ആണ്. ഗ്വാളിയാറിൽ റാണി ലക്ഷ്മിബായിയുടെ ഒപ്പം ആരുണ്ടായിരുന്നു, താന്തിയ തോപ്പി കൂടെ ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഫിറോസാബാദിൽ ആരാണ്, മൗലവി അഹമ്മദ് ഷായാണ് അല്ലെ. ഫിറോസാബാദിലെ മൗലവി അഹമ്മദ് ഷായാണ് വരുന്നത്, അത് ഓർത്ത് വെക്കണം. ഇനി നെക്സ്റ്റ് ആഗ്ര അയോധ്യയിൽ ആരാണ്, ബീഗം ഹസ്രത് മഹലാണ് വരുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക, ഫിറോസാബാദിൽ ആരാണ്, മൗലവി അഹമ്മദ് ഷായാണെങ്കിൽ ആഗ്ര, അയോധ്യ, ലക്നൌവിലും അതുകൂടാതെ ഔദിലും ആരാണ്, ഔദിലും വരുന്നുണ്ട് കേട്ടോ ബീഗം ഹസ്രത് മഹൽ, ഓർത്ത് വെക്കുക. അപ്പൊ മെയിൻ ആയിട്ട് ലക്നൗ ഒന്ന് ഓർത്ത് വെക്കണം. ലക്നൌവിൽ ആരാണ്, ബീഗം ഹസ്രത് മഹൽ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഫിറോസാബാദ് അല്ലെ, ഫിറോസാബാദിൽ ആരാണ്, മൗലവി അഹമ്മദ് ഷായാണ് വരുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് ബറേലിയിൽ ആരാണ്, ഖാൻ ബഹദൂർ ഖാൻ ആണ് അല്ലെ. ഫൈസാബാദിൽ ആരാ, മൗലവി അഹമ്മദുള്ള അല്ലെ, മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ വരുന്നത്. നെക്സ്റ്റ് മാൻഡസോറിൽ ആരാണ്, ഫിറോസ് ഷായാണ് വരുന്നത്. നെക്സ്റ്റ് മുറാദാബാദിൽ ആരാണ്, മൗലവി ലിഖായത്ത് അലി, മൗലവി ലിഖായത്ത് അലിയാണ് മുറാദാബാദില് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം, മധുരയിൽ ആരാണ്,
ദേവി സിംഗ് അല്ലെ, മധുരയിലെ ദേവി സിംഗ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് അലഹബാദ്. അലഹബാദിൽ ആരാണ്? മൗലവി ലിഖായത്ത് അലിയാണ്. മൗലവി ലിഖായത്ത് അലിയാണ് നമുക്ക് അലഹബാദിൽ വരുന്നത്. ഹരിയാനയിൽ വരുന്നത് റാവു തുലറാം അല്ലെ, ഹരിയാനയിലെ റാവു തുലറാമാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ജയ്ദയാൽ ഹർദയാലാണ് വരുന്നത്. അത് ഓർത്ത് വെക്കുക, രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ജയ്ദയാൽ ഹർദയാലാണ്. നെക്സ്റ്റ് ആസാമിലെ ദിവാൻ മണിറാമാണ് അവിടെ വരുന്നത്. ആസാമിലെ ദിവാൻ മണിറാം. ഇനി മീററ്റിലെ ഗദ്ദം സിംഗ് ആണ് മീററ്റിൽ വരുന്നത്. അത് ഓർത്ത് വെക്കാം, മീററ്റിലെ ഗദ്ദം സിംഗ്. ഇനി ബീഹാറിലെ ജഗദീഷ്പൂരിലെ കൻവർ സിംഗ് ആണ് നേതൃത്വം കൊടുക്കുന്നത്. അത് ഓർത്ത് വെക്കണം, ബീഹാറിലെ ജഗദീഷ്പൂരിലെ കൻവർ സിംഗ് ആണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓരോ ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളും ഓരോരോ ലീഡേഴ്സാണ് അവർ നേതൃത്വം വഹിച്ചത്. അപ്പൊ ഇനി ഏതെങ്കിലും ഇതിനകത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഇനി അതുകൂടാതെ 2 പോയിന്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2 പെയിന്റിങ്സുകൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അതായത് റിലീഫ് ഓഫ് ലഗ്നവും ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന 2 പെയിന്റിങ്സ്. ഇത് കറക്റ്റ് ആയിട്ട് ഇത് ആരുടെയാണ് എന്നും കൂടി ഓർത്ത് വെക്കുക. അത് ആരുടെയാണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. റിലീഫ് ഓഫ് ലഗ്നവും ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന 2 പെയിന്റിങ്സ്. ഇതിനെ പറ്റിയും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേക്കുന്നതാണ് 1857 റിവോൾട്ടുമായിട്ട്. ഇനി ഇതിന്റെ 1857 റിവോൾട്ടിന് ശേഷം നടന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അതായത് അത്ര നാളും സ്റ്റിൽ 1957 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവിടെ ഭരിച്ചിരുന്നത് അല്ലെ. ബ്രിട്ടീഷിൽ നിന്ന് ഒരു കമ്പനി, രജിസ്റ്റേർഡ് കമ്പനിയാണ് അവിടെ ഭരിച്ചിരുന്നത്. ഇനി അത് ആ ഒരു കമ്പനിയുടെ ഭരണം ആ ഒരു രാജ്ഞിയുടെ വിളംബരത്തിലൂടെ രാജ്ഞി നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. അതാണ് നമുക്ക് 1857 ശേഷം ഉള്ള ഒരു പ്രധാനപ്പെട്ട ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു അതിനുശേഷം വന്ന വലിയൊരു മാറ്റം എന്ന് നമ്മൾ എടുത്തു പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക, രാജ്ഞിയുടെ വിളംബരവും കാര്യങ്ങളും അവിടെ പഠിച്ചു വെച്ചാലാണ് 1857 റിവോൾട്ട് അവിടെ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് PSC പലപ്പോഴായി ചോദിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസുകളാണ്, PYQ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഇത് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 1857 റിവോൾട്ട്. അതിൽ നിന്ന് കൊടുത്തിരിക്കുന്ന മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് ഇത് കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കുക. അപ്പോൾ നമുക്ക് വില്ലേജ് ഓഫീസിലേക്ക് അല്ലേ, നമുക്ക് എല്ലാവരുടെയും ഒരു ലക്ഷ്യമായിരിക്കും പലർക്കും BFA എന്നുള്ളത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഇതിൻ്റെ പുതിയൊരു ന്യൂ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ PYQ, അതുപോലെ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, അതുപോലെ വീക്ക്ലി ലൈവ് ക്ലാസ്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു കോഴ്സ് നമ്മൾ പോകുന്നത് വീക്കിലി. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഓരോ ടോപ്പിക്സിനെ പഠിച്ച് ഓരോ ടൈം ടേബിൾ ബേസ് ചെയ്താണ് പഠിക്കുന്നത്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും വീക്കിലി നമുക്ക് ലൈവ് ക്ലാസ്സുകൾ, എക്സാംസ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബാച്ചുമായിട്ട് എന്തെങ്കിലും ഇതുമായിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്പർ ഒന്നുകൂടി പറയാം, 8590202323 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.